സമാധാന ധാരണകളുടെ ഭാഗമായി അമേരിക്ക യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വ്യോമസേനയുടെ പിന്തുണ മാത്രമായിരിക്കും നൽകുക. ക്രിമിയ തിരിച്ചു നൽകണമെന്ന യുക്രൈനിന്റെ ആവശ്യവും നാറ്റോ അംഗത്വവും അസാധ്യമെന്നും അമേരിക്ക അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. റഷ്യയുമായുള്ള സമാധാന ചർച്ചയ്ക്ക് പിന്നാലെയാണ് സുരക്ഷ ഉറപ്പു നൽകിയത്. നേരിട്ടുള്ള കരസേനാ വിന്യാസമല്ല, അവശ്യഘട്ടങ്ങളിൽ വ്യോമ പിന്തുണയാണ് യുക്രൈന് നൽകുക എന്നാണ് അമേരിക്ക നൽകുന്ന വിശദീകരണം. US പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് ഇക്കാര്യം അറിയിച്ചു. Look, that was something the president mentioned on his interview this morning. It is an option and a possibility. I won't certainly rule out anything as far as military options that the president has at his disposal. I'll let him do that. I can tell you he's definitively ruled out boots on the ground. ക്രിമിയ തിരിച്ചു നൽകുക, നാറ്റോ അംഗത്വം തുടങ്ങിയ യുക്രൈന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ നിർണായക സൈനിക നയം കൂടിയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വ്യോമസേന പിന്തുണ ഉറപ്പാക്കുകയും കരസേനയുടെ നേരിട്ടുള്ള വിന്യാസം ഒഴിവാക്കുകയുമാണ് പുതിയ അമേരിക്കൻ സൈനിക നയം. ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിന് അമേരിക്ക പിന്തുണ നൽകിയതും ഇതേ നയം പിന്തുടർന്നാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.